ഒറ്റ കൃഷി മാത്രം ചെയ്യുന്ന കുട്ടനാടൻ പാടങ്ങളിലെ വിനോദസഞ്ചാര സാധ്യതകൾ തുറന്നെടുക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. ബ്ലോക്ക് പഞ്ചായത്തും ജനപ്രതിനിധികളും കട്ടയ്ക്ക് കൂടെ നിന്നപ്പോൾ പാടശേഖരം കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ നടത്താവുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. കൃഷിക്കാലമായാൽ ബോട്ടുകൾ സമീപത്തെ തോട്ടിലേക്ക് മാറ്റും. നീരേറ്റുപുറം കിടങ്ങറ റോഡിലെ ചേരിക്കലകം പാടശേഖരമാണിത്. കൊയ്ത്തു കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന പാടത്തിപ്പോൾ കാണുക പലതരത്തിലുള്ള വഞ്ചികളും പെഡൽ ബോട്ടുകളും. വിനോദസഞ്ചാരികൾക്ക് സ്വാഗതമരുളി കുടുംബശ്രീ പ്രവർത്തകരുമുണ്ട്. മുട്ടാർ കുമരംചിറ പള്ളിക്ക് സമീപത്തുള്ള ഗ്രീൻലാൻഡ് വാട്ടർ ഹബ് എന്ന ഈ പാടശേഖരം ഉല്ലാസകരമായ അനുഭവമാണ്. നമുക്കറിയാം, നമുക്ക് ജലയാത്രകൾ എപ്പോഴും കുട്ടനാട്ടുകാരാണെങ്കിലും എപ്പോഴും ഹരമാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് പേരൻസിനൊക്കെ ഒന്ന് ഈവനിങ്ങിൽ വന്ന് വിശ്രമിക്കാനായിട്ടും എൻജോയ് ചെയ്യാനായിട്ടും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ. ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഓടിക്കാവുന്ന പരുവത്തിലാണ് എല്ലാ തരത്തിലുള്ള സജ്ജീകരണമുള്ള ഈ കയാക്കിങ് സജ്ജീകരിച്ചിരിക്കുന്നത്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് പദ്ധതി. 4 ലക്ഷം രൂപ ചെലവിലാണ് ബോട്ടുകളും വഞ്ചികളും എല്ലാം വാങ്ങിയത്. ഇതിൽ 75% ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡിയാണ്. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. കുട്ടനാട്ടിലെ സാധാരണപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം ഇതിലൂടെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള, അത് വനിതകളാകുമ്പോൾ 100% ആ വീട്ടിൽ തന്നെ അത് അവരുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായിട്ട് ഇത് ചെലവഴിക്കാൻ പറ്റും. അത് വേറെ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നൊക്കെയുള്ളൊരു ഗവൺമെന്റിന്റെ ഒരു വലിയ ഒരു സ്വപ്നമാണ്. അതാണ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് പുതിയ അനുഭവം നൽകുന്നതാകും ഈ വിനോദ കേന്ദ്രം. റിപ്പോർട്ടർ, ആലപ്പുഴ.